കവി പരിചയം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലപ്പുറം ജില്ലയിലെ തുഞ്ചൻ പറമ്പ് എന്ന സ്ഥലത്താണ് എഴുത്തച്ഛൻ ജനിച്ചതെന്ന് വിശ്വസിക്കുന്നു. 16-ാം നൂറ്റാണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. മലയാള ഭാഷയുടെ പിതാവ് എന്ന നിലയിൽ കേരളീയർ അദ്ദേഹത്തെ ആരാധിച്ചു പോരുന്നു. അത് അദ്ദേഹം മലയാള ഭാഷ സൃഷ്ടിച്ചതുകൊണ്ടല്ല, മറിച്ച് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നിലവിലുള്ളതിനേക്കാൾ പ്രൗഢിയും സാംസ്കാരിക മുദ്രയും നൽകിയതിലൂടെയാണ്. കണ്ണശന്മാരും ചെറുശ്ശേരിയുമൊക്കെ സൃഷ്ടിച്ചു പോന്ന ഭാഷയുടെ രൂപവിധാനങ്ങളിൽ നിന്ന് കുതറിമാറി കേരളീയമായ സംസ്കാരത്തിനും ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒരു നവോത്ഥാനത്തിന് വഴിയൊരുക്കിയത് എഴുത്തച്ഛനായിരുന്നു. കേരളീയ സമൂഹത്തെ സാംസ്കാരികമായ അപചയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഭക്തിയുടെയും ആധ്യാത്മികതയുടെയും മണ്ഡലത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായിരുന്നു തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാമെന്ന് നോക്കാം. ആധ്യാത്മരാമായണം, മഹാഭാരതം, ഭാഗവതം എന്നീ കിളിപ്പാട്ടുകളും ഹരിനാമ കീർത്തനം, രാമായണം 24 വൃത്തം, കൈവല്യ നവനീതം, ചിന്താരത്നം തുടങ്ങിയ കൃതികളും എഴുത്തച്ഛൻ്റെ പേരിൽ പതിഞ്ഞുകിടപ്പുണ്ട്. ആധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും എഴുത്തച്ഛൻ്റേതാണെന്നതിൽ തർക്കമില്ല. എന്നാൽ മറ്റുള്ള കൃതികളുടെ കാര്യത്തിൽ തർക്കങ്ങൾ നിലവിലുണ്ട്. ഹരിനാമ കീർത്തനം കവിയുടെ ചെറുപ്പകാലത്തെ രചനയാണെന്നാണ് കരുതുന്നത്. ആധ്യാത്മരാമായണത്തിലെ ഉത്തരരാമായണം പിൽക്കാലത്ത് ആരോ എഴുതി ചേർത്താണെന്ന് അഭിപ്രായമുണ്ട്. അതിലെ ഭാഷാശൈലി, ആശയത്തിൻ്റെ ഗാംഭീര്യം, ഭാഷാശുദ്ധി എന്നിവയുടെ കാര്യത്തിൽ താരതമ്യേന താഴ്ന്ന നിലവാരമാണ് പുലർത്തിയിരിക്കുന്നത്. ഭാഗവതം കിളിപ്പാട്ടിൻ്റെ കാര്യത്തിലും സ്ഥിതി ഇതുതന്നെയാണ്. ഇതിൻ്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് ഗവേഷകർ മേൽപ്പറഞ്ഞ അഭിപ്രായത്തിലേക്ക് എത്തുന്നത്. കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയാണ് കിളിപ്പാട്ട്. തനിക്ക് പറയാനുള്ളത് പക്ഷികളെ കൊണ്ട് പറയിക്കുന്നത് തമിഴ് ഭക്തകവികളുടെ ഒരു സമ്പ്രദായമായിരുന്നു. കുയിലിനോടും കിളിയോടും പാടാൻ പറയുന്ന കൃതികൾ മണിപ്രവാള കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. തമിഴിൽ കിളിവിടുത്ത് എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇവയിൽ നിന്നെല്ലാം ആയിരിക്കണം കിളിയെക്കൊണ്ട് പാടിക്കുന്ന രീതി എഴുത്തച്ഛൻ സ്വീകരിച്ചത്. കിളിപ്പാട്ട് വൃത്തങ്ങൾ എന്ന പേരിൽ കേക, കാകളി, കളകാഞ്ചി, അന്നനട എന്നീ വൃത്തങ്ങളെ സ്വീകരിച്ചതും പ്രചരിപ്പിച്ചതും എഴുത്തച്ഛനായിരുന്നു.